ഷോൺ 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 ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഷോണിൻ്റെ വാർത്താ സമ്മേളനം കണ്ടു. മുഖ്യമന്ത്രിയുടെ മകൾക്കും മുൻ ഭർത്താവെന്ന് ഷോൺ പറഞ്ഞിട്ടില്ല, മുൻ ബന്ധു എന്ന നിലയിലെ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളൂ. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ആർക്കും തുടങ്ങാം, അതിൽ അസാധാരണമായിട്ടൊന്നുമില്ല. പക്ഷേ ആ അക്കൗണ്ടിൽ കോടികളെത്തി, ആ അക്കൗണ്ട് വഴി കോടികൾ അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നതൊക്കെ അതീവ ഗൗരവത്തോടെ നോക്കിക്കാണാനാവും. പണം എത്തിയതാ SNC ലാവ്ലിൻ PwC തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് ആണെന്നറിയുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുകയാണ്. ഈ അക്കൗണ്ട് ആധികാരികമാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളൊന്നും ഷോൺ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് സന്ദീപ് ഇപ്പോൾ വിശദീകരിച്ചു. റിലയബിൾ സോഴ്സിൽ നിന്ന് കിട്ടിയ വാർത്ത പുറത്തു വിടുന്നു എന്ന് മാത്രമേ ഷോൺ പറഞ്ഞുള്ളൂ. ഇപ്പോൾ റെജി ഇവിടെ ആയുധമാക്കുന്നതും അതാണ്. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഷോൺ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. ഷോൺ, ഈ റിലയബിൾ സോഴ്സ് അത് പൂർണ്ണമായും വിശ്വസിക്കാമോ, അതോ നാളെ വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുമോ? എനിക്ക് മുമ്പ് സംസാരിച്ച സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇടതുപക്ഷ ഈ കോ പാനലിസ്റ്റിനോട് പറയാനുണ്ട്. കാരണം ഒന്ന്, ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെയാണ്. സ്വാഭാവികമായും ആ ആരോപണത്തിന്റെ മൂർച്ച എന്താണെന്നും അതിന്റെ ഗൗരവം എന്താണെന്നും ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനുമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ട് 8 മണിക്കൂറായി. അതുകൂടാതെ ഇന്ന് രാവിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഇത് സംബന്ധിച്ച് വാർത്ത വന്നു. നാളെ ഈ നിമിഷം വരെയും ഈ 8 മണിക്കൂറിനിടയിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പത്രക്കുറിപ്പ് എടുക്കാമല്ലോ എനിക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന്. ഏതെങ്കിലും തരത്തില് ഒരു സ്ത്രീ വീണ ഒരു സ്ത്രീ കൂടെയാണ്. അപ്പൊ ആ സ്ത്രീക്ക് ആ പുള്ളിക്കാരത്തേക്ക് എനിക്കെതിരെ ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കാം. ഡിഫമേഷൻ മാത്രമല്ല, വേറെ സെക്ഷന്റെ കേസ് കൊടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ ഇവർക്കൊരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം പറയല്ല. ഞാൻ ആ ബാങ്കിന്റെ പേര് പറഞ്ഞു. ആ ബാങ്ക് അക്കൗണ്ടിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള 2 പേരുടെയും പേര് പറഞ്ഞു. ആ ബാങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞു. ആ ബാങ്കിന്റെ ഏത് കാലഘട്ടത്തിൽ മുതൽ ഏത് കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ആ ബാങ്ക് എന്ന് പറഞ്ഞു. 2020 ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. അതിനെ മാത്രമല്ല, ആ അക്കൗണ്ടിലേക്ക് വന്ന പണം ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അത് കൂടാതെ അവിടെ നിന്നും പണം ഏതൊക്കെ അക്കൗണ്ടിലേക്ക് ഏതൊക്കെ രാജ്യത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതലൊക്കെ ഒരു പാവം ഷോൺ ജോർജിന് എങ്ങനെയാണ് റെജി സാർ ഇതിൽ കൂടുതൽ കൊടുക്കാൻ കഴിയുക? ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പുറത്തു പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് പോയി എനിക്ക് എന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഞാനിപ്പോ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇന്ന് പ്രദർശിപ്പിച്ചു എന്നിരിക്കട്ടെ. ഷോണിന്റെ കയ്യിലിരിക്കുന്ന ഒരു വെള്ള പേപ്പറിന് എന്ത് ആധികാരികതയാണ് ഇതേ സഖാക്കന്മാർ ഇവിടെ വന്നതെന്ന് ചോദിക്കും. അത് തീർച്ചയായിട്ടും രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് സർക്കാർ തന്നെ ഔദ്യോഗികമായി അന്വേഷണത്തിന്റെ ഭാഗമായി അവിടുത്തെ സർക്കാർ വഴി മാത്രമേ ആ ബാങ്കിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമേ ഇത് തുടക്കം മുതലേ ഞാൻ ഭയപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തു വന്നു കഴിയുമ്പോൾ ആ അക്കൗണ്ട് ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുവോ, അത് ഡിലീറ്റ് ചെയ്യപ്പെടുവോ എന്നൊക്കെ 100% അത് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഞാനിത് പബ്ലിക് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഞാനിത് പുറത്തു പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. ഞാൻ സ്വാഭാവികമായും ഈ 2 പെറ്റീഷന്, ഒന്ന് SFIക്കും EDക്കും കൊടുത്തതിന് ശേഷം എന്റെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ അഡീഷണൽ ഡോക്യുമെന്റും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞാൻ ഈ ഡോക്യുമെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ. ഈ ഹൈക്കോടതിയിൽ കൊടുത്ത ഡോക്യുമെന്റ്സിൽ ആ ഡോക്യുമെന്റ്സ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അവതരിപ്പിക്കാതിരുന്നതാണോ? എന്തെങ്കിലും തെളിവുകൾ അതിൻ്റെ രഹസ്യ സ്വഭാവം അങ്ങനെ നിലനിർത്തണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണോ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറയാത്തത്? കോടതിക്ക് നിങ്ങൾ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ? ഞാൻ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുടെയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിട്ടില്ലല്ലോ. കാരണം എനിക്ക് അതിന് പരിമിതിയുണ്ട്. ഒരു അന്വേഷണത്തിൽ വാർത്താ പ്രാധാന്യത്തിനപ്പുറം അന്വേഷണം എവിടം വരെ എത്തണം എന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. അതല്ലാതെ എനിക്ക് ഒരു ദിവസത്തെ ഫ്ലാഷ് ന്യൂസിന് വേണ്ടി എനിക്കിതെല്ലാം കൂടെ ചെയ്യാൻ കഴിയില്ല. ഈ അന്വേഷണം എത്തേണ്ടിടത്ത് എത്തണം. ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ പൊള്ളയെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്തവ്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഖാവിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാം. അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകൻ സഖാവ് പിണറായി വിജയന്റെ മകൻ ജോലി ചെയ്യുന്നതും
ഇതേ ബാങ്കിൽ തന്നെയാണ്. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, അങ്ങയുടെ അറിവിലേക്ക് പറയുന്നു. ഷോണെ, ഈ റിലയബിൾ സോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ തരാമോ? മലയാളിയാണോ, ഇന്ത്യക്കാരനാണോ, പാർട്ടിക്കാരനാണോ? ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ മലയാളികളുണ്ട്. അവർക്കും സമാധാനമായി ജീവിക്കണ്ടേ? ഷോൺ ജോർജിനെ പോലെ പൊതുപ്രവർത്തകനായി പബ്ലിക്കിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളല്ല പലരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ സമാധാനം സ്വസ്ഥമായി ജീവിക്കണ്ടേ? ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ലേ ഇവര്. അതുകൊണ്ട് തന്നെ എനിക്കും എന്റെ സോഴ്സുകൾ അങ്ങനെ വിലപ്പെടുത്തിയാൽ അവരുടെ ജീവനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. ഇത് കൂടുതൽ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുകയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, സംശയമുണ്ടെങ്കിൽ സഖാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി മകനോട് തന്നെ ചോദിച്ചാൽ മതി. അദ്ദേഹം ജോലി ചെയ്യുന്ന ബാങ്കാണത്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ജോലി ചെയ്യുന്നത്. ആ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല, പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല, ഇവിടെ പറയുന്നു. അങ്ങയുടെ അറിവിലേക്ക് പറയുന്നു, അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്ന ബാങ്കാണത്. എന്തായാലും ഷോണ് കബളിപ്പിക്കപ്പെടില്ല എന്ന് 100% ഉറപ്പുണ്ട്. നാളെ ഇത് തിരിച്ചടിക്കില്ല, ബൂമറാങ് ആവില്ല. അങ്ങനെ കബളിപ്പിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്ന ഒരാളാണ് ഞാനെന്ന് അന്വേഷണം തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷേ ചുറ്റിലും ശത്രുക്കളുണ്ട്. അത് മാത്രമല്ല, റെജി നേരത്തെ പറയാണ്ടില്ലേ, പല ആരോപണങ്ങൾ ഉന്നയിച്ചു, ചില രേഖകളൊക്കെ മുന്നോട്ട് വെച്ചു, എന്നിട്ട് എന്തായി എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായി നോക്കൂ ഷോൺ, സ്വാഭാവികമായിട്ട് നോക്കൂ ഷോണെ, എനക്കറിയില്ല ഈ കൈകൾ ശുദ്ധമാണെന്നൊക്കെയുള്ള പ്രസ്താവന വരും ചിലപ്പോൾ നാളെ. മാത്രമല്ല, എൻ്റെ മകളുടെ ബിസിനസിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാറില്ല എന്നൊക്കെ ഒരു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ് എന്ന് വരാം. അല്ല, ഞാൻ തീർത്ത് പറയാമല്ലോ, ഞാൻ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതെങ്കിലും രേഖകൾ, ഏതെങ്കിലും ഒരു രേഖ ഫേക്ക് ആണെന്നോ അതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നോ ലോകത്ത് ഇന്ന് വരെയും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരള ഹൈക്കോടതിയിൽ 3 കേസ്, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ 1 കേസ്, ഡൽഹി ഹൈക്കോടതിയിൽ നാളെ ആ കേസും, ഡൽഹി ഹൈക്കോടതി നാളെ കേസ് പരിഗണിക്കുകയാണ്. ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ ആ കേസിന് നാളെ കക്ഷി ചേരുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ഇഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഷോൺ ജോർജും നടത്തിയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി അവർ സമീപിച്ചത്. സ്വാഭാവികമായിട്ട് എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ എനിക്ക് ആ കേസിൽ കക്ഷിയേണ്ടതായിട്ടുണ്ട്. നാളെ 30-ാം തീയതി ഡൽഹി ഹൈക്കോടതി ഇവിടെ കേസ് പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ഡൽഹി ഹൈക്കോടതിയിലും ആ കേസ് പരിഗണിക്കുന്നുണ്ട്. ഞാൻ ആ കേസിൽ കക്ഷി ചേരുകയാണ്. അപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ അധ്വാനിച്ച് തന്നെയാണ് ഈ കേസിൽ പുറകെ നടക്കുന്നത്. ചുമ്മാ എനിക്കൊരു സുപ്രഭാതത്തിൽ ഉറക്കത്തിൽ തോന്നിയ കാര്യം കൊണ്ടല്ല ഞാൻ ഈ കേസുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഷോണെ, SFIയുടെയും അതുപോലെ EDയുടെയും അന്വേഷണം എവിടെ വരെ എത്തി? SFIയുടെ അന്വേഷണം 4 മാസം കാലം കൂടെ ഇനി കാലാവധിയുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അന്വേഷണം ഈ എരിവും പൊളിയും ഒന്നും ഇല്ലാത്ത ഒരു അന്വേഷണമാണ് SFIയുടെ. അതുകൊണ്ട് തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൈയടിക്കാനുള്ള കാര്യങ്ങളൊന്നും SFIയുടെ അന്വേഷണത്തിൽ ഉണ്ടാകില്ല. പക്ഷേ അന്വേഷണം അവസാനിക്കുമ്പോൾ കൃത്യമായി നടപടികളിലേക്ക് പോകുമെന്ന് ഞാൻ ഉറച്ച് SFIയിൽ വിശ്വസിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം. അല്ല ഷോൺ, ഒരു കാര്യം കൂടി, ഈ എക്സാലോജിക് ഒരു ഷെൽ കമ്പനിയാണ്, കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഷോൺ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ മുഖ്യപ്രതി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്, അല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. അല്ല, പിണറായി വിജയൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, വീണ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കോ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും വ്യക്തിവിരോധം ഉണ്ടോ? ഞാൻ ഇന്ന് വരെ, ഞാൻ ഈ നിമിഷം എന്ന നിലയിൽ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ പറയട്ടെ, എനിക്ക് ആ വ്യക്തിയോട് ഒരു വ്യക്തിവിരോധമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അധികാര ദുർവിനിയോഗം നടത്തിയത് കൊണ്ട് മാത്രമാണ് വീണ എന്ന പേര് പോലും നമ്മൾ ഉച്ചരിക്കുന്നത്, അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവികളുമാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ച്, സാധാരണക്കാരനെ സംബന്ധിച്ച് വിഷയമായിട്ടുള്ളത്. ഈ SNC ലാവലിനും PWCയും എന്തിനായിരിക്കും കോടികൾ ഇങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നത്? അത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കുമോ? PWC 2018 ഡിസംബർ 1-നാണ് PWC സംസ്ഥാന സർക്കാരുമായിട്ടുള്ള എഗ്രിമെന്റ് ഒപ്പിടുന്നത്. 2020 മാർച്ച് മാസം 30-ാം തീയതിയാണ് PWCയുടെ ടെർമിനേറ്റ്, അതായത് സ്വപ്ന സുരേഷിന്റെ വിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ആ എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യുന്നത്. മറ്റേ ജയ്ക്ക് ബാലഗോപാൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിനെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ ആധികാരികമായി ശ്രീ സന്ദീപ് വാര്യർ പറയും. ആ വിഷയത്തിൽ കൃത്യമായി ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ദുബായിൽ ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. പിന്നെ SNC ലാവലിനെ സംബന്ധിച്ച്, SNC ലാവലിന്റെ ഒരു സബ്സിഡറി കമ്പനി, അദ്ദേഹം ഇവിടെ സന്ദീപ് വാര്യർ ആ വിഷയം പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചാണ്, അതിനേക്കാൾ കൂടുതൽ ആധികാരികമായി അദ്ദേഹം പറയും. ആ സബ്സിഡറി കമ്പനി ഇവിടെ ലോകം മുഴുവൻ 6% പലിശയ്ക്ക് പണം ലഭിക്കുമ്പോൾ 9.14% പലിശയ്ക്ക് പണം പലിശയ്ക്ക് എടുത്തെങ്കിൽ അതിന്റെ ബാക്കി വന്ന 2-3% കമ്മീഷനായി
ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട്. അത് സർക്കാരിലല്ല വന്നിട്ടുള്ളത്, ചില വ്യക്തികളുടെ അടുത്തോട്ടാണെന്നുള്ളതാണ് ഈ രണ്ട് കമ്പനികളെയും എടുത്തു പറയാനുള്ള കാര്യം. യെസ്, കൂടുതലൊന്നും പറയാനില്ലല്ലോ ഷോൺ, അല്ലേ? ഒന്നുമില്ല, തുടരുന്നുണ്ടോ? പോകട്ടെ. ശരി. യെസ്, വളരെയധികം നന്ദി ഷോൺ ജോർജ്, ഇത്രയും സമയം ചെലവഴിച്ചതിന്.